എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ട് നമുക്ക്. അപ്പോൾ ഏപ്രിൽ 30 നല്ലൊരു അത് രാത്രി നല്ല രാത്രി ആയിട്ടില്ല, ഒരു 7 മണിയൊക്കെ ആവുന്നതോട് തന്നെ നല്ല ഇടി മഴ, പാവര് ഇടി മഴ. പിന്നെ 1 മെയ് ദിനം 1 വിശേഷങ്ങൾ, 2 എല്ലാം കൂടി ചേർത്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതെല്ലാം ചേർത്തുകൊണ്ട് ആണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. ഉച്ചഭക്ഷണം ഉണ്ട്, സ്പെഷ്യൽ ഉച്ചഭക്ഷണം. പിന്നെ ഇപ്പൊ നമ്മള് വീട്ടിലേക്ക് ഒന്നിച്ച് അങ്ങനെ ഓരോ മാസത്തിലാണ് ഞങ്ങൾ ഒന്നിച്ച് നമ്മളെ വീട്ടു സാധനങ്ങൾ ഉണ്ടല്ലോ, നമ്മളെ അരി അതുപോലെ മറ്റ് പലചരക്ക് സാധനങ്ങളെല്ലാം. അപ്പോൾ അത് ഒന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മളെ പൂച്ചയ്ക്ക് പിന്നെ വെള്ളം ഇവിടെ ഉണ്ട്, നല്ല ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടി കഴിഞ്ഞാൽ പിന്നെ അതാണ് കാറിൻ്റെ മുകളിൽ. ഇപ്പോൾ കൂടുതൽ സമയം തന്നെയാണ് കാറിൻ്റെ മുകളിൽ കയറി കിടക്കുക. അപ്പം തന്നെ വേറെ പൂച്ചകളൊന്നും കാണൂല്ല, നല്ല സുഖമാണല്ലോ. പിന്നെ തണുപ്പുണ്ട് ഇവിടെ, അപ്പം അതിൻ്റെ മുകളിൽ കയറി അപ്പോൾ അതവിടെ ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ കണ്ടോ രാത്രിത്തെ ഇടി, നല്ല മിന്നൽ, നല്ലൊരു മഴയും പെയ്തു. ഇതിപ്പോൾ നമുക്ക് 2 ദിവസം മുമ്പത്തെയാണ്, അതായത് 1-ാം തീയതിൻ്റെ തലേ ദിവസം 30-ാം തീയതി നടന്ന സംഭവമാണിത്. 30-ാം തീയതി രാത്രിയാണ്. ഞങ്ങൾ ആ പുഴയോരം കഫേയിലൊക്കെ പോയി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന് കഴിഞ്ഞ ശേഷമുള്ള അന്നത്തെ ദിവസത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഗംഭീര മഴ അല്ലേ, മഴ ഇടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിറ്റേത്തെ ദിവസമായി. ഇത് നമുക്ക് 1-ാം തീയതി മെയ് ദിനം, അതായത് മെയ് 1-ാം തീയതി രാവിലെ ആയി. അതാണിപ്പോൾ. പൂച്ച പിന്നെ റെഡിയായി രാവിലെ തന്നെ. നമ്മളെച്ചാൽ 1-ാം തീയതി മെയ് 1-ാം തീയതി മെയ് മാസത്തേക്ക് കടന്നു. ഓരോ മാസത്തിൽ ആദ്യം ആണ് ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. നമുക്ക് ഒരു മാസത്തേക്ക് വേണ്ട ഈ അരി, അതുപോലെ പയറ്, പഞ്ചസാര, ചായപ്പൊടി എന്ന് പറഞ്ഞിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ, പച്ചക്കറി അല്ലാത്തതൊക്കെ ഒക്കെ ഒരു മാസത്തിന് ഒന്നിച്ചിന് വാങ്ങും. എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിയണത് നോക്കാനൊന്നുമില്ല. നമുക്ക് 2 ആൾക്കുള്ളതല്ലോ, അപ്പോൾ ആ കറക്റ്റ് അളവ് നോക്കി അത് വാങ്ങിയാൽ ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ ഒരു അളവിലുള്ളത് വാങ്ങുക ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ ഇനി അതിനുള്ള ഇതൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കട്ടെ. ഞങ്ങൾ ആ ഒരു 1-ാം തീയതി വാങ്ങുന്നതിൻ്റെ മുമ്പ് ഒക്കെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി പോകും. ഏതൊക്കെയാണ് വേണ്ടത് വേണ്ടാത്തൊക്കെ നോക്കണല്ലോ, വേണ്ടത് ലിസ്റ്റാക്കി പോവാം. അപ്പോൾ അത് എഴുതട്ടെ, എന്നിട്ട് വേണം അത് ഉച്ചയ്ക്ക് ശേഷം പോയി വാങ്ങിക്കൊണ്ടിരാൻ. ഏതായാലും അമ്മയോട് ഇരിക്കണ്ടേ, അത് ഞങ്ങൾ ലിസ്റ്റ് ഒക്കെ ഒന്ന് എഴുതട്ടെ. എന്താ വെച്ചാൽ നമ്മളൊക്കെ മൊബൈല് എടുത്ത് എല്ലാം ടൈപ്പിംഗ് അല്ലേ, അപ്പോൾ അത് കാരണം ഇപ്പോൾ എഴുതൽ ഇങ്ങനെ എപ്പോഴെങ്കിലും ഉള്ളൂ, കടലാസിലുള്ള എഴുത്ത് അല്ലേ. പണ്ട് കാലത്ത് എഴുത്ത് തന്നെയല്ലേ ഒക്കെ. പണ്ട് പിന്നെ അന്ന് പിന്നെ മൊബൈലൊന്നും ഇല്ല, ഈ എഴുത്താണ് കടലാസിലല്ലേ. പിന്നെ ചില ഓരോ സാധനങ്ങൾ അപ്പം ഞാൻ വെച്ചാൽ എന്നാലും ഇങ്ങനെ ഇത് അതുപോലെ പിന്നെ എന്താ ചെയ്യുക, ഞാനിപ്പോൾ കൂടുതൽ ഈ സാധനങ്ങൾ മൊബൈലിൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് പോവില്ല. ഈ ഒരു സമയത്ത് ഞാൻ ഈ പേപ്പറിൽ തന്നെ എഴുതി പോകലാണ്. അങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും നമുക്ക് എഴുതാനുള്ളൊരു അവസരം. പണ്ടൊക്കെ സ്ഥിരം പറഞ്ഞ പോലെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തൊക്കെ എഴുത്ത് തന്നെയല്ലേ, ഇത് നോട്ട്ബുക്കിലല്ലേ. ഇത് തീരെ എഴുതാനൊരു ഇത് കിട്ടണില്ല. അപ്പോൾ ഞാനൊക്കെ വളരെ ചുരുക്കമുള്ളൂ നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോഴാണ് ഒരു ആഗ്രഹിച്ച് എഴുതാണ്. അപ്പോൾ ആ ലിസ്റ്റൊക്കെ ഒന്ന് എഴുതാം. അപ്പോൾ ആദ്യം നമുക്ക് പഞ്ചസാര 1 കിലോ അല്ലേ. ചായപ്പൊടി അവിടെ ഉണ്ട്. അപ്പോൾ ചായപ്പൊടി വേണ്ട, പഞ്ചസാര, പിന്നെ ഉഴുന്ന്, പരിപ്പുണ്ട്. പിന്നെന്താ പഞ്ചസാര, ഉഴുന്ന്, എണ്ണ, വെളിച്ചെണ്ണ അല്ലേ. ചെറുപയർ,
വൻപയർ, പാൽപ്പൊടി, ഒരു സോപ്പ്, പിന്നെ മുളക്, മല്ലി, ഓട്സ്, പഞ്ചസാര, ഉഴുന്ന്, എണ്ണ, വെളിച്ചെണ്ണ, കടല, ചെറുപയർ, വൻപയർ, പാൽപ്പൊടി, സോപ്പ്, മുളക്, മല്ലി, ഓട്സ്, ഹോർലിക്സ്, മുതിര, ചന്ദനത്തിരി, മഞ്ഞപ്പൊടി, കടുക്, ഗ്രീൻ ടീ, ബിസ്ക്കറ്റ്, ഈന്തപ്പഴം, ഉണക്കമുന്തിരി, റവ. അല്ലേ? അപ്പം അതല്ലേ ഉള്ളൂ. അത് മേടിക്കണം. പിന്നെ നമുക്ക് ഇതൊന്ന് ഇട്ട് വെക്കാനുള്ള ഇതൊക്കെ ഞങ്ങളൊരു ബക്കറ്റിലാട്ട് വെക്കില്ലേ, അടച്ച് വെക്കും. എന്നിട്ട് കുറച്ച് വലിയ സാധാരണ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ്. അപ്പൊ അപ്പോഴുള്ള ബക്കറ്റൊക്കെ നാശമായിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വാങ്ങണം. അപ്പൊ നമുക്ക് അതും കൂടി എഴുതട്ടെ. പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ് അതിന് സാധാരണ വില കുറഞ്ഞത് മതി. കാരണം നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ച് വെക്കാനല്ലല്ലോ. ഇതല്ലേ ഒക്കെ പാക്കറ്റിൽ വരുന്ന സാധനങ്ങളാണല്ലോ. അപ്പൊ അതിലെങ്ങനെ ഇട്ട് വെക്കല്ലേ ഉള്ളൂ. അതൊക്കെയാണ് വേറെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഒക്കെ നോക്കി പിന്നെ കുറച്ച് ഓർമ്മയെന്നൊക്കെ ആയിട്ട് അങ്ങനെ എഴുതി അങ്ങനെ പോവുക ചെയ്യാം. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ തലേ ദിവസം എഴുതലുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പോൾ എന്നിട്ട് എന്തെങ്കിലും പിന്നെ എഴുതിയോടെ വെക്കും. പിന്നെ അതിൽ എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ എഴുതി ചേർത്താൽ മതിയല്ലോ. ഒറ്റയടിക്ക് ചിലപ്പോൾ എല്ലാം ഓർമ്മ ഇട്ടിക്കൊള്ളണമെന്നില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതിന് ശേഷം വേണം പോയിട്ട് വാങ്ങി വരണം. ഏതായാലും കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ട് ഞാൻ വന്നു. ഉച്ചയ്ക്ക് ശേഷം ഊണ് കഴിഞ്ഞ ശേഷമൊക്കെ പോയി വന്ന് ഇന്നലെ 1 തീയതി ഇപ്പം ഇന്ന് വാങ്ങിച്ച സഞ്ചി ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുപോകലാണ്. ഓട്സ്, അപ്പോൾ നമ്മളിതാ അരി മട്ടരിയാണ്. പിന്നെ പഞ്ചസാര ഇത് 1 കിലോ, കടല, മുതിര, ചെറുപയർ, കടുക്, റവ, ഉഴുന്നായി, തേങ്ങ വാങ്ങി. പിന്നെ മല്ലി നമ്മൾ ലൂസ് വാങ്ങി. ഇത് നമുക്ക് പൊടിക്കാനുള്ളതാണ്. പിന്നെ മഞ്ഞപ്പൊടി ഉണ്ട് ഇവിടെ. പിന്നെ ഇതാ നമ്മളെ ഓട്സ്, സഫോള ഓട്സ്. ഇതിപ്പോൾ ഇതിപ്പോൾ ഉള്ളതാണ്, കൂടെ കിട്ടുന്നതാണ്. പിന്നെ ഇതാ മുളക്, ഇത് നമുക്ക് പൊടിക്കാനുള്ളതാണ്. ഈ സാധനങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് കവറിലൊക്കെ ആക്കി വെക്കാനുള്ളതാണ്. നല്ല എണ്ണ കുപ്പി. പിന്നെ ഇതാ നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങിയതാ ബിസ്ക്കറ്റ്. പിന്നെ ഇപ്പോൾ എനിക്ക് ഉണക്കമുന്തിരി. പിന്നെ നമുക്ക് ഈത്തപ്പഴം. പിന്നെ ഇപ്പോൾ നമ്മളൊരു പാലട മിക്സ്. പിന്നെ ഇപ്പോൾ ഈ ഇതാ വെളിച്ചെണ്ണ. ഇത് വെളിച്ചെണ്ണ 900 ml. പിന്നെ ഹോർലിക്സ്. ഞാൻ പിന്നെ രാവിലെ ഹോർലിക്സാണ് കുടിക്കില്ല. അമ്മയ്ക്കുള്ളൂ ചായ. അപ്പോൾ പിന്നെ ഞാൻ ഹോർലിക്സിൻ്റെ ഒരു ചെറിയ പാക്കറ്റ്, എന്നാലും അത്യാവശ്യം ദിവസത്തിനുണ്ടാവും. ഇത് അങ്ങനെ എന്നൊന്നും ചിലപ്പോൾ കുടിക്കില്ല. പിന്നെ ഇതാ നമുക്ക് മിൽമ ഒരു 1/2 കിലോൻ്റെ പാൽപ്പൊടി. ഇനിയിപ്പോൾ ഇതാ നമുക്ക്
ഇതിപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം ഒന്നിച്ച് നമ്മൾ ഫിനോയിൽ, പിന്നെ ഇപ്പോൾ ഇതാ മെഡിമിക്സ് സോപ്പ്, ഇത് അമ്മയ്ക്ക് 2 പിന്നെ ചന്ദനത്തിരി, പിന്നെ ഇപ്പോൾ ഞാൻ തേക്കുന്ന പേസ്റ്റ് ഇതാണ് ഡാബറിൻ്റെ റെഡ്, സ്ഥിരമായിട്ട് ഞാൻ തന്നെയാണ് തേക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ കോട്ടക്കൽ ആര്യവൈദ്യശാലയത്തെ സോപ്പാണിത്. ഇത് 3 വാങ്ങിയാൽ 1 ഫ്രീ കണ്ടോ, ഇത് എഴുതിയിട്ടുണ്ട്. 4 160 ഇപ്പം ഇങ്ങനെ ഒന്നിച്ചൊരു പാക്ക് വാങ്ങിക്കഴിഞ്ഞാൽ 120 രൂപ, അപ്പോൾ 30 രൂപ ഒന്നിന് വന്നിട്ടുള്ളൂ. പിന്നെ വൈദ്യശാലേൻ്റെ സോപ്പല്ലേ, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ഗ്രൻ സോപ്പാണ്, സ്പെഷ്യൽ സ്കിൻ കെയർ സോപ്പ്. അപ്പം ഞാൻ ഇതും അമ്മയ്ക്കും ഇതൊന്ന് ഇങ്ങനെ ഒരു സോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വാങ്ങണമെന്ന് അങ്ങനെ ഇത് ഞാൻ ഇടയ്ക്ക് വാങ്ങി തേക്കലുണ്ട്. ഇത് വൈദ്യശാലത്തെ സോപ്പ് എനിക്ക് അങ്ങനെയാണ്. അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ മെഡിമിക്സ്. ഇനിയിപ്പോൾ ഇതൊന്നും അമ്മ തേക്കും, എനിക്ക് തന്നെ ഇത് തന്നെയാണ് സോപ്പ്. ഞാൻ ഇതാണ് ഇനി തേക്കുന്നത്. പിന്നെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് വെക്കാൻ കൂടി പറ്റുന്ന തരത്തിലുള്ളൊരു ബക്കറ്റ് കണ്ടോ. അപ്പോൾ നമ്മൾ ഈ ഇതൊക്കെ ഇങ്ങനെ പല പല കടയിൽ നിന്നായിട്ടാണ് വാങ്ങിയത് വൈദ്യശാലത്തെ. പിന്നെ നമ്മൾ സോപ്പ് വൈദ്യശാലയിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ, ഏജൻസിയിൽ നിന്ന്. ഇതല്ലേ ബക്കറ്റ് 2 കളറിൽ. ഇതിപ്പോൾ ഒരു ബക്കറ്റിന് 99 രൂപ ഒരു ബക്കറ്റിന്, അങ്ങനെ 2 വാങ്ങി. നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങിയതൊക്കെ എന്ന് വെച്ചാൽ ഒരു 1 കിലോൻ്റെ ഒക്കെ ആണെങ്കിൽ ഈ ജാറിൽ ചിലപ്പോൾ തികയില്ല, അപ്പോൾ കുറച്ച് ബാക്കിയുണ്ടാവും. പിന്നെ നമ്മൾ ഉപയോഗിച്ചതന്നെ കുറച്ച്. ഇതിപ്പോൾ ഞങ്ങൾ ഈ ഒരു മാസത്തിന് വാങ്ങി, പക്ഷേ ഇവിടെ നിലവിൽ സ്റ്റോക്ക് തന്നെ ഉണ്ട് കുറച്ച്, ഓരോന്നിലും അങ്ങനെ കഴിഞ്ഞിട്ടില്ല മുഴുവനായിട്ട്. വാങ്ങുമ്പോൾ ഇതിങ്ങനെ വാങ്ങുന്നുള്ളൂ 1 മാസം. അപ്പോൾ ആ ബാക്കിയുള്ളത് കഴിഞ്ഞിട്ട് ഇനി പുതിയത് കിട്ടും. അപ്പോൾ ആ സമയത്തേക്ക് കിട്ടുവെക്കാനാണ് നമ്മൾ ഈ ഒരു ബക്കറ്റ് വാങ്ങിയത്. അങ്ങനെയുള്ളതിലൊക്കെ പിന്നെ അടപ്പില്ല, ഇതിന് അടപ്പ് കുറച്ച് വില കുറഞ്ഞതാണല്ലോ. പിന്നെ വേണമെങ്കിൽ പഴയ അടപ്പുകളൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെ ഈ അടപ്പ് വെച്ചാൽ മതി, ഇതിലിട്ട് വെക്കാനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ മാസത്തെ പർച്ചേസ്. നമ്മൾ ആദ്യം എങ്ങനെ 1 മാസത്തിന് ഒന്നിച്ച് വാങ്ങുക അല്ലേ? പണ്ട് വലിക്കേണ്ട ശീലമല്ലത്. പണ്ടേ അങ്ങനെ തന്നെയാണ്. എൻ്റെ അച്ഛൻ്റെ കൊണ്ട് നുറ്റി കാച്ചി കിട്ടിയാലും കൂടി ഇതാണ് വാങ്ങല്, ഒരു മാസത്തേക്ക് അരിയ സാമാനം അതൊക്കെ ഒന്നിച്ചിട്ട് വാങ്ങിക്കും. പണ്ടേ അങ്ങനെ തന്നെയാണ്. പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മാസം നോക്കിയാൽ മതി അല്ലേ? പിന്നെ അങ്ങനെ വാങ്ങും. അപ്പം ഇന്ന് വാങ്ങിയ നമ്മളെ സ്പെഷ്യൽ സോപ്പ് അത് നോക്കുക, ഒന്ന് തുറന്ന് നോക്കുക. ഉണ്ടോ? നല്ല ഒരു വാസന, നല്ല ഉഗ്ര വാസനയാണ്. അപ്പോൾ ഇത് പിന്നെ അമ്മയ്ക്ക് തേക്കാനുള്ളതാണ്. അമ്മ ഒന്ന് തേച്ച് നോക്കാണ്. മെഡിമിക്സ് ആണ് സ്ഥിരം അമ്മ തേക്കില്ലെങ്കിലും പിന്നെ ഒന്ന് വെറുതെ ഇടയ്ക്ക് മാറ്റി നോക്കും. ഞാൻ പിന്നെ തന്നെ ഇങ്ങനത്തെ ഈ സോപ്പ് തന്നെ സ്ഥിരമായിട്ട് തേക്കുന്നത്. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ വൈദ്യശാലത്തെ സോപ്പ തേക്കല്. അപ്പോൾ അമ്മയ്ക്ക് ഒന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വലിയൊരു പാക്ക് വാങ്ങിയത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ 2 ഉള്ളതോ അല്ലെങ്കിൽ 3 ഒക്കെ ആയിട്ട് വാങ്ങുക. അപ്പോൾ ഇത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ 2-ാം തീയതിയിലെ കാഴ്ചകളാണ്. അതായത് നമുക്ക് ഇന്നത്തെ ദിവസത്തെ, അതായത് നമുക്കിന്ന് എന്താ വെച്ചാൽ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കറി തയ്യാറാക്കുന്നതിലേക്കുള്ള ആ ഒരു തയ്യാറെടുപ്പാണ്. അതായത് നമുക്കിന്ന് ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനുള്ള ചേരുവകളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1/2 കിലോ ചിക്കൻ. അപ്പോൾ നമുക്കിന്ന് സ്പെഷ്യൽ ഉച്ചഭക്ഷണം, അതായത് ചിക്കൻ കറി കൂട്ടിയുള്ള ഉച്ചയൂണ്. അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാക്കൽ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ചിക്കൻ കറി വറ്റിച്ച് വെച്ചതാണ്, അതിവിടെ റെഡിയായി. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ പോകുന്നത് എന്താ വെച്ചാൽ നമുക്ക് നെയ്ച്ചോറ് പാർസൽ വാങ്ങാണ്ട്, അത് പിന്നെ ഹോട്ടലിൽ നിന്നാണ്, പിന്നെ ഉച്ചഭക്ഷണത്തിലല്ലേ. അപ്പോൾ ഞാൻ അതിന് പോട്ടെ, ഏകദേശം സമയമായി. ഇപ്പോൾ പോയാൽ നല്ല ചൂട് നെയ്ച്ചോറ് കിട്ടും. ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട്, ചെറുതല്ല നല്ല മഴക്കാറുണ്ട്. അത് മുട്ടിപ്പാലാണ്, നമ്മൾ ഇവിടുന്നാണ് നെയ്ച്ചോറ് വാങ്ങണത്. ഇപ്പോൾ ഊണ് കഴിക്കായി. ഞാൻ പാർസലൊക്കെ വാങ്ങി വന്നു, നെയ്ച്ചോറ്. അമ്മയ്ക്ക് പിന്നെ ചോറാണ്, നെയ്ച്ചോറ് അമ്മ കഴിക്കില്ല. പിന്നെ ഇതാ ചിക്കൻ കറി, അതായത് നമ്മളെ വറ്റിച്ച് വെച്ചതാണ്. പിന്നെ അച്ചാറുണ്ട്, നമ്മൾ വഴറ്റി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത്. പപ്പടം കാച്ചിയത് അമ്മയ്ക്ക് അങ്ങനെയാണ്. ഇതിപ്പോൾ ഇനി നമ്മളെ നെയ്ച്ചോറ് പാർസൽ വാങ്ങിയത് ആ ഒരു മുട്ടിപ്പാലത്തുള്ള ആ ഹോട്ടലിൽ തന്നെയാണ്.
പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള ഹോട്ടലാണ്. അവിടുന്നാണ് ഞാൻ വാങ്ങൽ. പതിവായിട്ട് നമ്മൾ നെയ്ച്ചോറ് വാങ്ങണ സമയത്തൊക്കെ. നല്ല നെയ്ച്ചോറാണ്. ആവശ്യത്തിനുള്ള അളവുണ്ട്. ഞാൻ കഴിച്ചാലും ബാക്കി ഉണ്ടാവും. അപ്പോൾ അത് പൂച്ചകൾക്കുള്ളതാണ്. പൂച്ചകൾക്ക് അത് നെയ്ച്ചോറ് നമ്മൾ ഇറച്ചിയും ഒക്കെ കൂട്ടി, പിന്നെ എല്ലുണ്ടാവും ഞങ്ങൾ കഴിച്ചതിൻ്റെ, എല്ലാം കൂട്ടി കൊടുക്കണം. പിന്നെ ഈത്തപ്പഴത്തിൻ്റെ അച്ചാറുണ്ട്, നാരങ്ങ അച്ചാർ, പപ്പടം കാച്ചിയത്. അങ്ങനെയാണ് ഇപ്പോൾ എനിക്കിന്ന്. ഇന്നത്തെ സ്പെഷ്യൽ ഉച്ചഭക്ഷണം ഈത്തപ്പഴം അച്ചാറ്, അതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പപ്പടം കൂട്ടിപ്പൊടിച്ച് എന്നിട്ട് കഴിക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.